കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വാ വാ കാർക്കോടക, ഇതാണ് വീട്. വാ. എന്തു പറ്റി കാർക്കോടക? എന്താ നീ വീട്ടിലേക്ക് വരാത്തത്? എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എനിക്ക് വീട്ടിനുള്ളിലേക്ക് കയറാൻ പറ്റാത്ത വിധം ഏതോ ഒരു ശക്തി എന്നെ ഇവിടെ തടയുന്നുണ്ട്. ഓ ആണോ? എന്റെ വീടിനുള്ളിൽ ശ്രീചക്രമുണ്ട്. അതവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ പോലുള്ള ദുഷ്ടശക്തികൾക്കൊന്നും എന്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. ഈ കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യമേ എന്നോട് പറയാതിരുന്നത്? ഞാൻ മറന്നുപോയി. നീ ഇപ്പൊ പറഞ്ഞപ്പോഴാ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ഓർത്തത് തന്നെ. നീ ഇങ്ങനെ ദേഷ്യത്തോടെ എന്നെ നോക്കാതെ എനിക്ക് പേടിയാവുന്നു. ആ ശ്രീചക്രം അവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഈ വീടിനുള്ളിൽ കാലെടുത്ത് വെക്കാൻ പറ്റില്ല. ആ വീട്ടിനുള്ളിൽ പ്രവേശിക്കാതെ നീ പറഞ്ഞതുപോലെ അർജുൻ എനിക്ക് കൊല്ലാൻ പറ്റില്ല. നീയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്. ആ പറഞ്ഞോ. എന്നെ കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നീ തന്നെ പോയി അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. ശരി, ഞാൻ അവൻ എങ്ങനെയും വെളിയിലേക്ക് കൊണ്ടുവരാം. അവനെ വെളിയിൽ കൊണ്ടുവന്ന ഉടനെ അപ്പൊ തന്നെ കൊത്തി അങ്ങ് കൊന്നേക്കണം. ഞാൻ വന്നത് തന്നെ അതിനു വേണ്ടി തന്നെയല്ലേ. നീ എപ്പോ അവനെ വെളിയിൽ കൊണ്ടുവരും, എത്ര സമയമെടുക്കുമെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ അതിനിടയ്ക്ക് എന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും. അവനെ എപ്പോ വെളിയിൽ കൊണ്ടുവരുന്നു അതിനു മുമ്പേ എന്നോട് പറയണം. ശരി. ഞാനെങ്ങനെ നിന്നെ അറിയിക്കുന്നത്? എന്റെ പേര് മനസ്സിൽ ഓർമ്മിച്ചോ. എവിടെ നിന്ന് ഓർത്താലും എനിക്കത് മനസ്സിലാകും. ഞാൻ വരാം. ആ ശരി. എല്ലാരും ആ അർജുന്റെ ശവം കണ്ട് കിടന്ന് കരയുന്നത് ഈ കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് തിടുക്കമായില്ല ഈശ്വര. പക്ഷെ സമയം ശരിയല്ല. അർജുൻ മരിച്ചു എന്ന് ആദ്യമേ
അറിയാൻ വയ്യാതെ അവന്റെ ആത്മാവ് ആകാശത്തിറന്ന് ഞാൻ ചുറ്റി കറങ്ങിയേനെ. കല്യാണ വീട്ടിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാതെ ട്രെയിൻ മിസ്സായ പാസഞ്ചറിന്റെ പോലെ എന്തിനാണ് ഇങ്ങനെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നത്? എന്തു പറ്റി അമ്മായി? നമ്മുടെ കൗസല്യ തുളസിത്തറയിൽ വെച്ച വിളക്ക് ഒരു വവ്വാല് വന്ന് തട്ടി താഴെയിട്ടു. കല്യാണത്തിന് മുമ്പ് അപശകനാണല്ലോ എന്ന് എല്ലാവരും ഭയന്നിട്ടിരിക്കുക. വവ്വാല? അയ്യോ, വവ്വാലാണെങ്കിൽ അതൊരു സാധാരണ സംഭവമല്ല. വിചാരിക്കുന്ന പോലത്തെ ചെറിയൊരു സംഭവം അല്ലത്. ഇത് വലിയ ഇഷ്യൂ ആക്കണ്ട. പക്ഷികൾ പറന്നപ്പോ അറിയാതെ പറ്റിയതാണ്. അതിനെ ഇങ്ങനെ അപശകനമായിട്ട് കാണുന്നോണ്ടാ ഭവാനിക്ക് ഇത്ര ദേഷ്യം. അർജുൻ അവളെ കഴുത്തി താലി കെട്ടുന്നതിന് മുമ്പ് എന്നെ മരിച്ചു എന്നുള്ള കാര്യം അവൾ അറിയാത്തത് കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്. അതേ ഭവാനി, നിനക്കും അർജുനും തമ്മിലാണ് കല്യാണം എന്ന് ദൈവം നിശ്ചയിച്ച കാര്യമാണ്. അത് ഉറപ്പായി നടക്കും. ഇതിനിടയ്ക്ക് വവ്വാല് പറഞ്ഞാന്ത്, കാക്ക പറഞ്ഞാന്ത്, വിളക്കണഞ്ഞാന്ത്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കല്യാണ ജോലിയുള്ളപ്പോ എല്ലാരും ഇങ്ങനെ വെറുതെ എന്നാ എന്താ കാര്യം? നാഗസ്വരക്കാരെ ഏർപ്പെടുത്തി, ജോത്സ്യര് പറഞ്ഞ സാധനങ്ങളുടെ ലിസ്റ്റ് കടയിൽ കൊടുത്തിട്ടുണ്ട്. പാചകക്കാരെ ഇന്ന് വൈകുന്നേരം വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് എന്തൊക്കെ വിഭവങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അവർ അപ്പം തന്നെ തയ്യാറാക്കി തരും. പിന്നെ അവരിന്ന് വരുമ്പോൾ കുറച്ച് അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. കല്യാണ ലെറ്ററിന് നീ ഓർഡർ കൊടുക്കുന്നോ അതേ ഞാൻ തന്നെ പോയി കൊടുക്കണോ? ഞാൻ ഓർഡർ കൊടുത്തു. അത് പിന്നെ കല്യാണത്തിന്റെ ഡെക്കറേഷനും സ്റ്റേജിന്റെയും പന്തലിന്റെയും കാര്യം പിന്നെ എന്ത് പറ്റി അമ്മായി? നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കല്യാണത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിനക്ക് താല്പര്യമുണ്ടെന്ന് കാണിക്കാൻ ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമില്ല. നീ എത്ര അഭിനയിച്ചാലും ശരി, ഞാൻ നിന്നെ വിശ്വസിക്കില്ല. അയ്യോ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നല്ലവനായി മാറിയല്ലോ, പിന്നെന്താ? ഞാൻ മാറിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ഞാൻ വിശ്വസിക്കില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് സാധാരണ പറയാറുണ്ട്. അതെനിക്കും അറിയാം. എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഭ്രാന്തന്മാരെ പോലെ അഭിനയിക്കരുത്. മോളുടെ വാക്ക് കേട്ടതുകൊണ്ട് മാത്രമാണ് വീണ്ടും നിന്നെ ഞാൻ ഈ വീടിനകത്തേക്ക് കയറ്റിയത്. നാട്ടുകാരൊക്കെ പറഞ്ഞതുകൊണ്ടും അവരോട് മറുപടി പറയാനില്ലാത്തതുകൊണ്ടും നിന്നെ ഞാനിപ്പോ വീട്ടിനകത്ത് കയറ്റി. അങ്ങനെ അല്ലായിരുന്നുണ്ടെങ്കിൽ നിന്നെ ഈ ഗേറ്റിനകത്ത് പോലും ഞാൻ കയറ്റില്ലായിരുന്നു. അമ്മേ, അന്യ ഒരാളോടെന്ന പോലെ എന്തിനാ അമ്മ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ? സ്വഭാവത്തിന് മാറ്റം വന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാത്തോണ്ടാ മോളെ. ശരിക്കും പറഞ്ഞ ഇവൻ... അമ്മേ അമ്മേ, എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനെപ്പറ്റിയാ ഇപ്പൊ ആലോചിക്കേണ്ടത്. സത്യം,
ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഇങ്ങനെ ഓവർ ആക്ഷൻ കാണിച്ചാല് വീണ്ടും പഴയതുപോലെ വെളിയിൽ പോണ്ടി വരും. പിന്നെ സമാധാനമായിട്ട് മരത്തിന്റെ ചോട്ടിൽ കട്ടില് വിട്ട് ആകാശത്തോട്ട് നോക്കി മരത്തിലുള്ള ഇലകളൊക്കെ എണ്ണി എണ്ണി ഇങ്ങനെ കിടക്കാം. ഇതൊക്കെ നടക്കാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. വാടാ. ഏയ് അമ്മായി, ഞാൻ മാറില്ല നിങ്ങൾ പറഞ്ഞില്ലേ, അത് തന്നെയാ കറക്റ്റ്. ആദ്യം ആ അർജുൻ ചാകട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരാം. എന്താ നാഗമ്മേ എന്റെ മുന്നിൽ ഇങ്ങനെ ഭണം പിളർത്തി നിൽക്കുന്നത്? എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണോ അതോ എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? എന്താ കാര്യം ദേവി? ആരോ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് അവിടെ നിന്ന് സഞ്ജീവ മാണിക്യം എടുത്തോണ്ട് പോയിരിക്കുന്നു. അങ്ങനെയോ? അങ്ങേക്കറിയാതെ ഇതൊന്നും സംഭവിക്കില്ല. ആരാ വന്നതെന്നും മാണിക്യം എടുത്തത് ആരാണെന്നും അങ്ങയ്ക്ക് നന്നായി അറിയാം. ആരാ അയാള്? എല്ലാത്തിനെയും പറ്റിയും എല്ലാരെയും കുറിച്ച് അറിഞ്ഞിരിക്കാൻ ഞാനെന്താ മഹാദേവനാണെന്ന് വിചാരിച്ചോ? ആണോ ദേവി? അങ്ങ് മഹാദേവന്റെ വെളിപാടുള്ള ഒരു തികഞ്ഞ ഭക്തനാണെന്ന് എനിക്ക് നന്നായി അറിയാം. ശിവന്റെ ഭക്തനായിരിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും നിപുണനാണെന്ന് വിചാരിച്ചോ? എല്ലാം അറിയുന്നവൻ ഒന്നും അറിയില്ല എന്ന് തന്നെയാ പറയുന്നേ. അങ്ങനെയാണോ? ആ കാര്യം എനിക്കറിയില്ലല്ലോ ദേവി. ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചവന് സഹായം ചെയ്തു കൊടുത്തത് അങ്ങാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് നിന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഒരു നാഗത്തിനും നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പിടിക്കുക. നാഗമാണിക്യം മാത്രമല്ല, അവിടെയുള്ള ചന്ദ്രമാണിക്യവും സൂര്യമാണിക്യവും കൂടി നീ എടുത്തുകൊണ്ട് വരണം. ശരി ഗുരുജി, എന്നെ അനുഗ്രഹിക്കൂ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇപ്പോഴും അങ്ങ് അവനെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. സംശയമെന്നത് എല്ലാവർക്കും ഉണ്ടാവുന്നതാ. അതിനെക്കുറിച്ച് ദേവി ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത്. മാണിക്യത്തെ കൊണ്ടുപോയവൻ എന്റെ പ്രഭുവിനെ അപായപ്പെടുത്തിയിട്ടാ പോയത്. എന്റെ പ്രഭുവിനെ എനിക്ക് രക്ഷിക്കാൻ വേണ്ടി അവൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആരാ അവൻ? പറയ. ശിവനെ എങ്ങനെ പൂജിക്കണം, രുദ്രാഭിഷേകം എങ്ങനെ നടത്തണം, ശിവന്റെ പേര് എങ്ങനെ ഉച്ചരിക്കണം, ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റൂ. അതല്ലാതെ മാണിക്യം ആരെടുത്തു എന്ന് ചോദിച്ചാ എനിക്കെങ്ങനെ പറയാൻ പറ്റും ദേവി? എല്ലാരെയും കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നതും എല്ലാവരെയും നേർവഴിക്ക് നടത്തുന്നതും ആ ശിവനല്ലേ ദേവി? ശിവനോട് ചോദിക്കേണ്ട ചോദ്യം ഈ ശിവഭക്തനോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുന്നു? അങ്ങ് ശിവന്റെ വെളിപാട് കിട്ടിയൊരു ജ്ഞാനിയാണെന്ന് എനിക്ക് നന്നായി അറിയാം. സത്യം പറയൂ. ഞാൻ സാധാരണ ഒരു ശിവഭക്തനാണ് ദേവി. എനിക്കൊന്നും അറിയില്ല. ദേവി
ദേവി നാഗദേവതയല്ലേ? ദേവിക്കറിയാൻ പാടില്ലാത്തതായി എന്തുണ്ട് ദേവി? അങ്ങയുടെ ചിരിയിൽ എന്തോ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങ് പറഞ്ഞില്ലെങ്കിലും അവൻ ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഉറപ്പായും കൊന്നിരിക്കും. കൊല്ലണമെന്ന് വിചാരിക്കുന്നില്ലേ? അത് മാത്രമാണ് നിങ്ങളുടെ ജോലി. ആരെ എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് അത് പരമശിവന്റെ ഇച്ഛയാണ്. ശരിയാണോ ഭഗവാനെ? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കല്യാണ ദിവസം ഇങ്ങ് അടുത്ത് വരുന്നു. ഈ കല്യാണം എങ്ങനെ ഞാൻ മുടക്കും ദൈവമേ? നീ ഇനി എത്ര തലപുകഞ്ഞ് ആലോചിച്ചാലും ഈ കല്യാണം മുടക്കാനാവില്ല. നീ ഒരിക്കലും മാറില്ല. നീ മാറില്ല എന്നുള്ള കാര്യം മുത്തശ്ശി അറിയുകയും ചെയ്തു. നീ ഇനി എന്തൊക്കെ ചെയ്താലും ശരി, ഈ വീട്ടിലുള്ള ആരും നിന്നെ വിശ്വസിക്കാൻ തയ്യാറാവുകയില്ല. പിന്നെ എന്റെ അമ്മയുടെ റെക്കമെൻഡേഷനും ഇല്ലായിരുന്നെങ്കിൽ നീ ഈ വീട്ടിനകത്ത് പോലും കേറില്ലായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് തുടരാന്ന് നീ വിചാരിക്കണ്ട. വേഗം തന്നെ നീ ഇവിടുന്ന് പുറത്തു പോവാൻ പോകും. നീ രൂക്ഷമായിട്ട് നോക്കിയാലും ശരി, കണ്ണുരുട്ടി നോക്കിയാലും ശരി, നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താന്നറിയോ? എന്നെ പറ്റി നിനക്ക് എല്ലാം അറിയാമെങ്കിലും നിനക്ക് ആരോടും ഒന്നും പറയാൻ പറ്റില്ല. നിന്നെ പറ്റി എനിക്കും എല്ലാം അറിയാമെങ്കിലും ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. ലോക്ക് സൂപ്പർ ആയിട്ടുണ്ടല്ലേ? എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിക്കുന്നത് നിന്റെ തോന്നൽ മാത്രം. എന്ത് വേണേലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്റെ വിശ്വാസം. ഈ കല്യാണം മുടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. നിനക്ക് എന്തൊക്കെ അറിയെങ്കിലും എത്രയൊക്കെ അറിയെങ്കിലും നിനക്ക് ഈ കല്യാണം തടയാൻ കഴിയുകയില്ല. ആ ഭുജിച്ചെറുക്കം ഒളിച്ചിരുന്ന് കാണുകയാണല്ലോ എല്ലാം. ഇവളുടെ കള്ളത്തരം പൊളിക്കുന്നതിന് ഇതാണ് പറ്റിയ സമയം. ഇത്രയും നാൾ ആദിത്യനെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഞാനെന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് നീയാണെന്ന് ഇവിടെ എല്ലാവരും അറിഞ്ഞാലുണ്ടല്ലോ മോളെ, പിന്നെ നിന്റെ ഗതി എന്താവെന്ന് അറിയാമോ നിനക്ക്? ആദിത്യനെ ഇത്രയും നാളും പൂട്ടി വെച്ചിരുന്നത് ഞാനാണെന്നുള്ള കാര്യം ആദിത്യനും എനിക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഇപ്പൊ ആ ചെറുക്കനെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവ അറിഞ്ഞാൽ മതിയല്ലോ, ബാക്കി എല്ലാവരും അറിഞ്ഞോളൂ. അങ്ങനെ ആദിത്യൻ എന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ എന്റെ ഈ ഗെറ്റപ്പ് തന്നെ മാറ്റിയിട്ട് നടക്കുന്നു.
എത്ര നാളും ഞാൻ നീ മുഖത്ത് മഞ്ഞളും മണ്ണും ഒക്കെ വാരി തേച്ചോണ്ട് നടക്കോടി. ഭവാനിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് നിന്റെ അനിയനാ. അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദിത്യന് നീ ആരാണെന്ന് മനസ്സിലാക്കും. അവരുടെ കല്യാണത്തിന് ശേഷം ആദ്യത്തിന് എന്നെ കണ്ടുപിടിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ആദിത്യന് നീ ആരാണെന്ന് മനസ്സിലായ അപ്പ തന്നെ മുന്നും പിന്നും ആലോചിക്കാൻ നിന്നെ പുറത്തേക്ക് ചവിട്ടി ഇറക്കും. എടാ മണ്ട, കല്യാണം കഴിഞ്ഞ ഭവാനി പിന്നെ ഞങ്ങളുടെ വീട്ടിലെ മരുമകളാ. അതുകൊണ്ട് ആദ്യത്തിന് പിന്നെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ, എന്റെ അച്ഛൻ ഇത്ര നാൾ അടച്ചു വെച്ചത് സാൻഡ്വിച്ച് ഇറ്റിയാണോ? മുത്തശ്ശനെ കൊന്നുകളഞ്ഞത് സാൻഡ്വിച്ച് ഇറ്റിയും വീരഭദ്ര മുത്തച്ഛനും കൂടി ചേർന്നാണോ? എന്നാൽ ഈ രണ്ടുപേരും ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. എനിക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റാ? അയ്യോ, ആദ്യം അച്ഛനോട് സാൻഡ്വിച്ച് ഇറ്റിയുടെ കാര്യം പറയണം. അവിടെ നടന്ന എല്ലാ കാര്യവും പറയണം. ഇല്ലെങ്കിൽ ഇനിയും ഇവരെന്റെ അച്ഛനെ പിടിച്ചോണ്ട് പോകും. അവരൊന്നും നല്ല ആൾക്കാരല്ല. എന്റെ അച്ഛൻ ഇനി അവരെ ഉപദ്രവിക്കും. ബുജി, നിനക്ക് സത്യം മനസ്സിലാകാൻ വേണ്ടിയാ ആ സാൻവിയെ കൊണ്ട് ഞാൻ സത്യം പറയിച്ചത്. നിന്റെ അനിയനെ കൊല്ലാനുള്ള തയ്യാറെടുപ്പ് ആ കാർക്കോടകൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇനി നിന്നെ കൊല്ലാനുള്ള ആവശ്യം നിന്റെ പൊന്നാര അനിയന്റെ ഒറ്റ ഏറിക്ക് 2 മാങ്ങ.